നമ്മൾ മാച്ച് റീക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് 2014 മാർച്ച് 23 നടന്ന ആ ഒരു എൽ ക്ലാസിക്കോ മാച്ചാണ്. എൽ ക്ലാസിക്കോയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നാണത്. കാരണം ഒരുപാട് ത്രില്ലടിപ്പിച്ച മത്സരമായിരുന്നു അന്ന് സാന്റിയാഗോ ബെർണാബുവിൽ അരങ്ങേറിയത്. ആ ഒരു കാലഘട്ടത്തിലെ രണ്ട് ടീമിന്റെയും സ്കോഡ് അമേസിംഗ് സ്കോഡാണ്. റിയൽ മാഡ്രിഡിന്റെ സ്കോഡ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് ഡിയാഗോ ലോപ്പസ്, പിന്നെ കർവഹാലും പെപ്പയും റാമോസും മാർസലോയും അടങ്ങിയ ഡിഫൻസ്, മോട്രിച്ചും സാബി അലോൻസോയും ഡിമരിയയും അടങ്ങിയ മിഡ്ഫീൽഡ്. ഇനി ഫോർവേഡിലോട്ട് വരികയാണെങ്കിൽ ബെയിലും ബെൻസിമയും ക്രിസ്ത്യാനോ റൊണാൾഡോയും അടങ്ങിയ ഫോർവേഡ്. അന്ന് റിയൽ മാഡ്രിഡിനെ പരിശീലിപ്പിക്കുന്നത് കാർലോസ് അഞ്ചലോട്ടിയാണ്. ഇനി മാർട്ടിനോ പരിശീലിപ്പിക്കുന്ന ബാർസലോണയുടെ സ്കോഡ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് വിക്ടർ വാൾഡസ്, ഡിഫൻസിൽ ഡാനി ആൽവസ്, വിക്ടർ മഷറാനോ, ജോർദി ആൽബ. ഇനി മിഡ്ഫീൽഡിൽ സാവിയ ഹെർണാണ്ടസ്, സെർജിയോ ബുസ്കറ്റ്സ്, ഫാബ്രിക്കാസ്. ഫോർവേഡിലേക്ക് വരികയാണെങ്കിൽ നെയ്മറും മെസ്സിയും ഇനിയസ്റ്റയും അടങ്ങിയ ഫോർവേഡ്. മത്സരം നിയന്ത്രിക്കുന്നത് ആൽബർട്ടോ അന്റിയാനോ മല്ലങ്കോ എന്ന സ്പാനിഷ് റഫറിയാണ്. അങ്ങനെ റിയൽ മാഡ്രിഡിന്റെ ടച്ചോട് കൂടെ മത്സരം കിക്ക് ഓഫ് ആവുന്നു. അന്ന് റിയലിന്റെ സ്റ്റേഡിയമായ സാന്റിയാഗോ ബെർണാബുവിൽ 60,000 പരം കാണികൾ തിങ്ങി നിറയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇപ്പോൾ ബാർസ ബോക്സിനടുത്ത് റിയൽ മാഡ്രിഡിന്റെ താരങ്ങളുടെ അറ്റാക്കാണ്. എന്നാൽ ബാർസ പന്ത് റാഞ്ചിയെടുക്കുന്നു. പന്ത് നേരെ മെസ്സിയിലേക്ക്. നെയ്മറെ ലക്ഷ്യമാക്കിക്കൊണ്ട് മെസ്സിയുടെ നല്ലൊരു ത്രൂ ബോൾ വരുന്നു. പക്ഷെ നെയ്മറിന്റെ ഷോട്ട് അവിടെ പരാജയപ്പെട്ടു പോകുന്നു. ആ ഒരു ചാൻസ് അവിടെ മിസ്സായെങ്കിലും വീണ്ടും ബാർസലോണ അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്കാണ് ബാർസയുടെ അജണ്ട എന്ന് അടിവരയിട്ട് കാണിക്കുന്നു. പന്ത് നേരെ മെസ്സിയിലേക്ക്. ഇനിയസ്റ്റയെ ലക്ഷ്യമാക്കിക്കൊണ്ട് മെസ്സിയുടെ നല്ലൊരു പാസ് വരുന്നു. പന്തുമായി ഇനിയസ്റ്റ വാട്ട് എ ഗോൾ ഫ്രം ഇനിയസ്റ്റ. മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ തന്നെ സാന്റിയാഗോ ബെർണാബുവിലെ റിയൽ മാഡ്രിഡ് ആരാധകരെ നിഷ്ഫലമാക്കിക്കൊണ്ട് ബാർസലോണയുടെ 6ാം നമ്പർ ജേഴ്സി അണിഞ്ഞ മധ്യനിരയിലെ രാജകുമാരൻ ബാർസലോണക്ക് അനിവാര്യമായ ഒരു ലീഡ് നേടിക്കൊടുക്കുന്നു. മത്സരത്തിന്റെ 6ാം മിനിറ്റിൽ തന്നെ മെസ്സിയുടെ നല്ലൊരു പാസും അതിലുപരി ഇനിയസ്റ്റയുടെ മികച്ച ഗോളും. അതെ, നിർണായക മത്സരത്തിൽ നിർണായക ലീഡ് എടുക്കുന്നു ബാർസലോണ. 1 റിയൽ മാഡ്രിഡ് 0. ഇപ്പോൾ പന്തുമായി റിയൽ മാഡ്രിഡിന്റെ അർജന്റീനിയൻ സൂപ്പർ താരം എൻഹൽ ഡി മരിയ ബാർസ ഡിഫൻസിനെ കബളിപ്പിച്ചുകൊണ്ട് മുന്നേറുന്നു. ഡി മരിയ ടു ബെൻസിമ നല്ലൊരു ഷോട്ട് എടുത്തെങ്കിലും അത് ക്രോസ് ബാറിന് മുകളിലൂടെ പോകുന്ന കാഴ്ച. റിയൽ മാഡ്രിഡിന് സമനില നേടാനുള്ള സുവർണ അവസരമാണ് ബെൻസിമ അവിടെ നഷ്ടപ്പെടുത്തിയത്. അതിനു പിന്നാലെ ബെൻസിമയുടെ ഒരു നിരാശയും നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ അവിടെയൊന്നും റിയൽ മാഡ്രിഡ് താരങ്ങൾ തളരുന്നില്ല. വീണ്ടും അവർ ബാർസ ഡിഫൻസിനെ പരീക്ഷിക്കുന്നു. ഒടുവിൽ ആ പരീക്ഷണത്തിന്റെ ഫലമെന്നോണം പറയാം. റിയൽ മാഡ്രിഡ് ആവേശകരമായ സമനില ഗോൾ നേടുന്നു. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഡിമരിയയുടെ പെർഫെക്റ്റ് ക്രോസ് വരുന്നു. വളരെ കൃത്യമായി തന്നെ ആ പന്തിനെ വാച്ച് ചെയ്ത് ബെൻസിമ അത് സ്കോർ ചെയ്യുന്നു. അതെ, നേരത്തെ ഒരു അവസരം നഷ്ടപ്പെടുത്തിയവൻ തന്നെ ഇപ്പോൾ റിയൽ മാഡ്രിഡിന്റെ രക്ഷകനായി മാറുന്നു. അങ്ങനെ മത്സരം കൂടുതൽ ആവേശത്തിലായി മാറിയിരിക്കുന്നു. ആ ഒരു ഗോൾ റിയൽ മാഡ്രിഡ് താരങ്ങൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് ആയി എന്നതിനുള്ള തെളിവാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതേ, പന്തുമായി ലൂക്ക മോട്രിച്ച്, ലുക്ക ടു മരിയ ടു മാർസലോ ടു മരിയ ടു ബെൻസമ. എന്നാൽ ബെൻസമ മനോഹരമായ പന്തിനെ ട്രാപ്പ് ചെയ്തുകൊണ്ട് ബാർസലോണയുടെ ഗോൾ പോസ്റ്റിലേക്ക് നിറയൊഴിക്കുന്നു. അഗൈൻ ബെൻസിമയുടെ മനോഹരമായ ഗോളോടുകൂടി തങ്ങളുടെ സകല കരുത്തും ഉപയോഗിച്ച് റിയൽ മാഡ്രിഡ് മത്സരത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ബെർണാബു സ്റ്റേഡിയത്തിലേക്ക് ആരാധകരിങ്ങനെ നൃത്തം വെക്കണ കാഴ്ച. കാരണം മത്സരം അത്രത്തോളം ആവേശകരമായിരിക്കുന്നു. ആദ്യം ബാർസ ഒരു ഗോൾ അടിക്കുന്നു. അതിനുള്ള മറുപടി ആയിട്ട് തന്നെ 4 മിനിറ്റിനുള്ളിൽ 2 ഗോൾ അടിച്ചുകൊണ്ട് റിയൽ മാഡ്രിഡ് അതിഗംഭീരമായി തന്നെ മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു. നൗ റിയൽ മാഡ്രിഡ് 2 ബാർസ 1. എന്നാൽ ആ 2 ഗോളിലൊന്നും റിയൽ മാഡ്രിഡിന്റെ പോരാട്ട വീര്യം അവസാനിക്കുന്നില്ല. വീണ്ടും അവർ ബാർസലോണ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറുന്നു. ലെഫ്റ്റ് വിങ്ങിൽ ഡിമരിയ എത്രത്തോളം അപകടകാരിയാണെന്ന് വീണ്ടും തെളിയിക്കുന്നു. അതെ, ലെഫ്റ്റ് വിങ്ങിലൂടെ വീണ്ടും ഡിമരിയ ഒരു ഡേഞ്ചർ റൺ നടത്തുന്നു. ഡാനിയെ മറികടന്നുകൊണ്ട് ബെൻസിമയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നല്ലൊരു ക്രോസ് കൊടുക്കുന്നു ബോക്സിനകത്തേക്ക്. പന്ത് സ്വീകരിച്ച ബെൻസിമ പോസ്റ്റിലേക്ക് ട്രൈ ചെയ്തെങ്കിലും ഗോൾ കീപ്പറെ മറികടന്ന് പന്ത് വലയിൽ കയറാൻ നിൽക്കെ ബാർസ ഡിഫൻഡർ പിക്കെ മികച്ചൊരു ഗോൾ ലൈൻ സേവുമായി രക്ഷകനാവുന്ന കാഴ്ച. മറുവശത്ത് റിയൽ മാഡ്രിഡിനെ അൺലക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ മത്സരം 41ാം മിനിറ്റിൽ എത്തി നിൽക്കുന്നു. ബാർസലോണ താരങ്ങൾ റിയൽ മാഡ്രിഡിന്റെ ഗോൾ മുഖത്ത്. പന്തുമായി ജോർദി ആൽബ, സാവി, മെസ്സി, ഫാബ്രിക്കാസ് ടു മെസ്സി ടു നെയ്മർ.
നെയ്മർ ടു മെസ്സി, വാട്ട് എ ഗോൾ, വെൽ പ്ലാനിംഗ് ബാർസലോണ. സുന്ദരമായ ബിൽഡപ്പിലൂടെ വന്ന് അവസാനം പന്തിനെ മെസ്സി വലയിലെത്തിക്കുന്നു. ശരിക്കും ബാർസലോണ ഒന്ന് ഡൗൺ ആയി നിൽക്കുന്ന സമയത്താണ് അവർക്ക് നിർണായകമായ സമനില ഗോൾ അവരുടെ സൂപ്പർ താരമായ അർജന്റീനിയൻ താരം ലയണൽ മെസ്സി നേടിക്കൊടുക്കുന്നത്. അങ്ങനെ ഹാഫ് ടൈമിന് മുമ്പ് തന്നെ ബാർസലോണ ആവേശകരമായ സമനില നേടിയെടുക്കുന്നു. അങ്ങനെ ഹാഫ് ടൈം കഴിഞ്ഞ ഉടനെ തന്നെ കാണുന്നത് റിയൽ മാഡ്രിഡിന്റെ വെയിൽ സൂപ്പർ താരം ഗാരത്ത് ബെയിലിന്റെ ഒരു മിന്നൽ വേഗത്തിലുള്ള മുന്നേറ്റമാണ്. ഒടുവിൽ ആ പന്ത് ബെൻസിമയിലേക്ക് കൈമാറുന്നു. ബെൻസിമ നല്ലൊരു ഷോട്ട് എടുത്തെങ്കിലും അത് വാൾഡസിനെ മറികടന്നു പോകുന്നില്ല. അത് ഗോളായിരുന്നില്ലെങ്കിൽ പോലും റിയൽ മാഡ്രിഡ് താരങ്ങൾ തങ്ങളുടെ പോരാട്ട വീര്യം വീണ്ടും വീണ്ടും കാണിക്കുന്നു. ഇടതും വലതും വിങ്ങുകളിലൂടെ നിരന്തരം ആക്രമണങ്ങൾ അയച്ചുവിടുന്നു. ഒടുവിൽ ആ പരിശ്രമത്തിന് ഫലം കാണുന്നു. ബെൻസിമയിൽ നിന്ന് പാസ് സ്വീകരിച്ച് ബോക്സിനകത്തേക്ക് റൊണാൾഡോ മുന്നേറുന്നു. ഒടുവിൽ അതൊരു ഫൗളിൽ കലാശിക്കുന്നു. അതെ, റിയൽ മാഡ്രിഡിന് അനുകൂലമായ പെനാൽറ്റി വിധിക്കുന്നു സ്പാനിഷ് റഫറി ആന്റിയാനോ മല്ലങ്കോ. റിയൽ മാഡ്രിഡിന് നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചെടുക്കാനുള്ള സുവർണ അവസരം കൂടിയാണ് പെനാൽറ്റി കിക്ക്. അങ്ങനെ കിക്ക് എടുക്കുവാൻ പോർച്ചുഗലിന്റെ നായകൻ സാക്ഷാൽ റൊണാൾഡോ റെഡിയായി നിൽക്കുന്നു. അതേ, വളരെ കൂളായിക്കൊണ്ട് പോസ്റ്റിന്റെ ഇടത് മൂലയിലേക്ക് ആ പന്തിനെ യാത്ര വയ്ക്കുന്നു. പിന്നീട് റോണോയുടെ ആ ഒരു സെലിബ്രേഷനും കൂടിയായപ്പോൾ സാന്റിയാഗോ ബെർണാബ്യു പൊട്ടിത്തെറിക്കുന്നു. വീണ്ടും മത്സരത്തിലേക്ക് തിരിച്ചു വരുന്നു റിയൽ മാഡ്രിഡ്. അതെ, കഥ മാറി മറയുന്നു. നൗ റിയൽ മാഡ്രിഡ് 3 ബാർസലോണ 2. ഇവിടെ ബാർസലോണക്ക് അനുകൂലമായ ഒരു കോർണർ ലഭിക്കുന്നു. എന്നാൽ ആ കോർണർ വഴി തട്ടിത്തെറിച്ച പന്ത് നേരെ ഇനിയസ്റ്റയിലേക്ക്. ഇനിയസ്റ്റയുടെ ഒരു വെടിയുണ്ട പോലെ ഒരു ഷോട്ട് റിയൽ മാഡ്രിഡിന്റെ ഗോൾ ബാറിന് മുകളിലൂടെ തൊട്ടുരുമ്പി പോകുന്നു. സത്യത്തിൽ റിയൽ മാഡ്രിഡ് രക്ഷപ്പെടുകയായിരുന്നു അവിടെ. അങ്ങനെ മത്സരത്തിന്റെ 62-ാം മിനിറ്റിലാണ് ആ നാടകീയ മുഹൂർത്തം സംഭവിക്കുന്നത്. സെൻട്രയിൽ നിന്ന് നെയ്മറെ ലക്ഷ്യമാക്കിക്കൊണ്ട് മെസ്സിയുടെ നല്ലൊരു ത്രൂ ബോൾ വരുന്നു. പന്ത് സ്വീകരിച്ച് നെയ്മർ ബോക്സിലോട്ട് കുതിക്കുന്നു. എന്നാൽ റിയൽ മാഡ്രിഡിന്റെ ക്യാപ്റ്റനായ വില്ലനായ സെർജിയോ റാമോസിനെ ഒരു ഫൗൾ കമ്മിറ്റ് ചെയ്യേണ്ടി വരുന്നു. മാത്രമല്ല ആ ഫൗളിന്റെ പേര് റെഡ് കാർഡ് വാങ്ങി കളം വിടേണ്ടി വരുന്നു സെർജിയോ റാമോസിന്. ഇത് റിയൽ മാഡ്രിഡ് താരങ്ങളെയും റിയൽ മാഡ്രിഡ് ആരാധകരെയും തളർത്തുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. കാരണം അവരുടെ പ്രോപ്പർ സെന്റർ ബാക്കായ ക്യാപ്റ്റനും കൂടിയായ റാമോസ് ആണ് കളം വിടുന്നത്. എന്നിരുന്നാലും പെനാൽറ്റി ഫോർ ബാർസലോണ. കിക്കെടുക്കാൻ ആരാണെന്ന ചോദ്യത്തിൽ സംശയം വേണ്ട, മെസ്സി തന്നെ ഒരുങ്ങി നിൽക്കുന്നു ആ കിക്കെടുക്കാൻ വേണ്ടി. എന്നാൽ ഒരു സമ്മർദ്ദവും കൂടാതെ പന്ത് നേരെ വലയിലേക്ക് തൊടുത്തുവിടുന്നു മെസ്സി. മെസ്സിയുടെ 2ാമത്തെ ഗോളും കൂടിയാണിത്. അങ്ങനെ വീണ്ടും ബാർസലോണ മത്സരത്തിലേക്ക് തിരിച്ചു വരികയാണ്. ആ ഒരു ഗോളോട് കൂടി ബാർസലോണ താരങ്ങൾക്കൊക്കെ കോൺഫിഡൻസ് കൂടി എന്ന് നമുക്ക് പറയാതെ വയ്യ. മറുവശത്താകട്ടെ റിയൽ മാഡ്രിഡ് താരങ്ങളും ആരാധകരൊക്കെ തളരുന്ന കാഴ്ചയാണ്. കാരണം ഇതുവരെ അവരെ കയ്യിലുണ്ടായിരുന്ന ലീഡ് നഷ്ടപ്പെടുന്നു. പോരാത്തതിന് അവരുടെ നായകനായ റാമോസ് റെഡ് കാർഡ് വാങ്ങി കളം വിട്ടതും അവരെ കൂടുതൽ തളർത്തുകയാണ്. നമുക്ക് ഗാലറിയിലെ ആ ഒരു ആരാധകരെ നിരാശയോടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ മത്സരം 73-ാം മിനിറ്റിലേക്ക്. സാവി, മെസ്സി, ഡാനിയുടെ ഷോട്ട്. അൺലക്കി ഫോർ ഡാനി ആൻഡ് അൺലക്കി ഫോർ ബാർസലോണ. ഡാനിയുടെ മികച്ച ഷോട്ട് പോസ്റ്റിൽ തട്ടി മടങ്ങി വരുന്നു. റിയൽ മാഡ്രിഡ് താരങ്ങൾ രക്ഷപ്പെടുകയാണ് അവിടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു സമനില ഗോൾ വന്നതോടുകൂടി ബാർസലോണ താരങ്ങൾക്ക് കോൺഫിഡൻസ് കൂടി എന്ന കാര്യത്തിൽ സംശയമില്ല. വാസ്തവത്തിൽ 10 പേര് വെച്ച് കളിക്കുന്ന റിയൽ മാഡ്രിഡ് സ്ക്വാഡിനെ തളർത്തുകയാണ് ബാർസലോണ. അതെ, വീണ്ടും ഒരിക്കൽ കൂടി പെഡ്രോയിൽ നിന്ന് പാസ് സ്വീകരിച്ച് ഇനിയസ്റ്റ പന്തുമായി ബോക്സിലോട്ട്. എന്നാൽ കർവഹാലും സാബി അലൻസോയും കൂടി ഇനിയസ്റ്റയെ ഫൗൾ ചെയ്യുന്നു. അഗെയിൻ പെനാൽറ്റി ഫോർ ബാർസലോണ. അങ്ങനെ കിക്കെടുക്കാൻ മെസ്സി തന്നെ ഒരുങ്ങി തയ്യാറായിരിക്കുന്നു. ഒരു പക്ഷേ ഈ കിക്ക് ഗോളായി കഴിഞ്ഞാൽ ബാർസലോണക്ക് മത്സരത്തിലെ നിർണായകമായ ലീഡെടുക്കാം. പോരാത്തതിന് മെസ്സിക്ക് ഹാട്രിക്കും നേടാനുള്ള അവസരം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ എല്ലാവരും മെസ്സിയുടെ ആ ഇടംകാലിലേക്ക് ഉറ്റുനോക്കുന്നു. എന്നാൽ മെസ്സി പോസ്റ്റിന്റെ റൈറ്റ് കോർണറിലേക്ക് ഒരു ബുള്ളറ്റ് ഷോട്ട് എടുക്കുന്നു. അതെ, ഗോൾ. നഷ്ടപ്പെട്ട ലീഡ് തിരിച്ചെടുക്കുന്നു ബാർസലോണ. ദാറ്റ് ഈസ് സ്കോർ ഈസ് ബാർസലോണ 4 റിയൽ മാഡ്രിഡ് 3. പിന്നീട് മെസ്സിയുടെ ആ ഒരു സെലിബ്രേഷനും കൂടിയായപ്പോൾ പറയേണ്ടതില്ലല്ലോ, ബാർസലോണ ആരാധകർ സാന്റിയാഗോ ബെർണാബുയിൽ നിന്ന് നൃത്തച്ചുവട് വെക്കുന്നു. കാരണം അത് അവർ അത്രത്തോളം ആവേശകരമാക്കിയിരിക്കുന്നു.
അങ്ങനെ മത്സരം നിയന്ത്രിച്ച ആൽബർട്ടോ അന്റിയാനോ ഫൈനൽ വിസിൽ മുഴക്കുന്നു. അങ്ങനെ സാന്റിയാഗോ ബെർണാബുവിൽ അരങ്ങേറിയ വെറും വാശിയുമേറിയ എൽ ക്ലാസിക്കോ മത്സരത്തിൽ റിയൽ മാഡ്രിഡിന്റെ സ്വന്തം നാട്ടിൽ ബാർസലോണ 3-4 ഗോളിന് ജയിക്കുന്നു. അവരുടെ സൂപ്പർ താരം ലയണൽ മെസ്സി ഹാട്രിക് നേടി മത്സരത്തിലെ മികച്ച താരമായി മാറുന്നു. വാസ്തവത്തിൽ ബാർസലോണ ജയിച്ചെങ്കിലും റിയൽ മാഡ്രിഡിന് തല ഉയർത്തി തന്നെ മടങ്ങാം. കാരണം നല്ലൊരു പോരാട്ട വീര്യം റിയൽ മാഡ്രിഡിന്റെ പക്കലിൽ നിന്ന്